നല്ലൊരു ബ്രൈറ്റ് ഫ്യൂച്ചർ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ കോഴ്സ് എടുക്കാമെന്ന് ജോലിയോടൊപ്പം പഠനം എന്ന ഐഡിയ എങ്ങനെ ഉണ്ടായി? എൻ്റെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കൂടിയിട്ടാണ് ഞാൻ ഈ കോഴ്സ് എടുത്തത്. പേര് സ്നേഹ. ഇപ്പം ഞാൻ റീസെൻ്റായിട്ടൊരു സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിലാണ് ജോലി ചെയ്യുന്നത്. ഡെയിലി ട്രാൻസാക്ഷൻസും പിന്നെ എൻ്റെ ഒരു പ്ലേസ് എന്താണെന്ന് വെച്ചാൽ ഫിക്സഡ് അസറ്റ്സും ലോൺസും അതാണ് കൂടുതലായിട്ട് ഞാൻ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജോലിയോടൊപ്പം പഠനം എന്ന ഐഡിയ എങ്ങനെ ഉണ്ടായി? ആക്ച്വലി ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഒരു സാറാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞത്. അപ്പം ഞാനത് ജസ്റ്റ് ഒന്ന് അതിനെക്കുറിച്ച് അന്വേഷിച്ചു. പിന്നെ ചെയ്യണ്ടെന്ന് കരുതി, പിന്നെ വെറുതെ ഒന്ന് ചെയ്ത് നോക്കാമെന്ന് കരുതി കയറിയതാ. പിന്നെ ചെയ്ത് തുടങ്ങിയപ്പോൾ പിന്നെ അതിൽ ഇൻട്രസ്റ്റഡായി. പിന്നെ ഫാമിലി ആയിട്ട് നിൽക്കുമ്പോൾ അത് അവർക്കും കൂടെ ഒന്ന് ഹെൽപ്ഫായിട്ട് ഞാനിരിക്കണം എന്ന് കരുതിയപ്പോൾ അതൊന്ന് പിടിച്ച് നിൽക്കാമെന്ന് കരുതി. അപ്പോൾ രണ്ടും കൂടെ മാനേജ് ചെയ്ത് പോകാൻ ഫാമിലി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഓക്കെയാണ്. ഇനി ജോലിയും പഠനവും തമ്മിലൊരു ബാലൻസ് അതെങ്ങനെ കൊണ്ടുപോവുക? വർക്കും എനിക്ക് അങ്ങനെ ഇപ്പോൾ അത്രയ്ക്ക് ടെൻഷനായിട്ട് ഇതാകുന്നില്ല. കാരണം ഞാൻ വർക്കിംഗ് ടൈം എനിക്ക് 5 വരെ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ വന്നാലും തിരിച്ച് വീട്ടിലോട്ട് എത്തിയാലും എനിക്ക് കറക്റ്റായിട്ട് പഠിക്കുന്നതിന് കറക്റ്റായി പോകും. പിന്നെ നൈറ്റ് വേണമെങ്കിലും എനിക്കിരുന്ന് പഠിക്കാനും, അതുകൊണ്ട് എനിക്ക് ബാലൻസിങ്ങിന് കറക്റ്റ് പ്രോപ്പറായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതിൽ ടെൻഷനായിട്ട് ഇങ്ങനെ ഞാൻ ഇതാകാറില്ല. ഇയർ എൻഡിങ് മാത്രം കുറച്ച് പ്രോബ്ലം, വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നു. വർക്കും പഠനവും ഒരുമിച്ച് കൊണ്ടുപോകുമ്പം ഫേസ് ചെയ്യുന്ന ഒരു സ്ട്രഗിൾസ് എന്തൊക്കെയാണെന്നൊന്ന് പറയാമോ? ഒന്ന് ടൈം, പിന്നെ ടൈം കുറച്ച് മാനേജ് ചെയ്യാൻ ഫസ്റ്റ് ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പം ഞാനത് പഠിച്ച് കറക്റ്റായിട്ട് ടൈം പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ വന്നിട്ട് എനിക്ക് എൻ്റെ സൈഡിൽ ഒന്ന് ഫാമിലി ബേബീസ് ഉള്ളത് കാരണം അവരുടെ ഒന്ന് ഇതാകണം എന്നുള്ളത്, അതുകൊണ്ട് എപ്പോഴെങ്കിലും പഠിക്കുന്ന കാര്യത്തിൽ പുറകോട്ടാവും. പക്ഷെ ഞാൻ അത് വീണ്ടും അതുപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുവെക്കും. വർക്കിന് വേണ്ടി പഠനം അല്ലെങ്കിൽ പഠനത്തിന് വേണ്ടി വർക്ക് എന്തെങ്കിലും കോംപ്രമൈസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? ഇല്ല, ഞാൻ കോംപ്രമൈസ് ചെയ്യുന്ന ആളല്ല. കാരണം എൻ്റെ സ്റ്റഡീസ് ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ BCom കുറച്ച് കഴിഞ്ഞു തന്നെ ഞാൻ MBA കഴിഞ്ഞിരുന്നു. അപ്പോൾ തന്നെ മാരേജ്, ബേബീസ് അങ്ങനെ. അപ്പോൾ ഞാൻ കോംപ്രമൈസ് ചെയ്തിട്ടില്ല, എല്ലാം കറക്റ്റായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. അതേപോലെ ഇപ്പോൾ ഞാൻ ജോലി ആഗ്രഹിച്ച് വാങ്ങിച്ച, സോ അതുകൊണ്ട് അതും കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല, പഠിക്കുന്ന കാര്യത്തിലും കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല. ജോലിയുടെ കൂടെ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും സജഷൻസ് കൊടുക്കാനുണ്ടോ? നല്ല ഫ്യൂച്ചർ കിട്ടുകയാണെങ്കിൽ നമ്മൾ പഠിച്ചാലല്ലേ ഏത് കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ നല്ലൊരു ബ്രൈറ്റ് ഫ്യൂച്ചർ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ കോഴ്സ് എടുക്കാമെന്ന് ആണെങ്കിലും പറയാം. വർക്ക് ചെയ്യുന്നത് പഠനത്തിൽ എന്തെങ്കിലും പ്രയോജനപ്പെടുന്നുണ്ടോ, ഉപയോഗപ്രദമാവുന്നുണ്ടോ? അവിടെ കൂടുതൽ അക്കൗണ്ട് ബേസ്ഡ് ആയത് കാരണം നമ്മൾ യൂസ് ചെയ്യുന്ന ഓരോ ടേംസും, നമ്മളിപ്പോൾ ഈ CMA US ആ ടേംസ് കൂടുതലായിട്ടുണ്ടാവും. അതേപോലെ ഏത് കാര്യം ബാലൻസ് ഷീറ്റ്, ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്, ഇതൊക്കെ നമ്മൾ ബാങ്കിൽ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നതാണ്. സോ അത് പ്രാക്ടിക്കലായിട്ട് ചെയ്യുമ്പോൾ ഇത് തിയറി പെട്ടെന്ന് മനസ്സിലാകാൻ പറ്റും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അതൊന്ന് എടുത്ത് നമുക്ക് പഠിക്കുമ്പോഴും നമ്മൾ അവിടെ ചിന്തിക്കും, പ്രാക്ടിക്കലായി ചെയ്തത് കാരണം പെട്ടെന്ന് ഈസി ആയിട്ട് മനസ്സിലാക്കാനും പറ്റും. ഡെയിലി എത്ര മണിക്കൂർ പഠനം അല്ലെങ്കിൽ എത്ര മണിക്കൂർ വർക്ക്, അതെങ്ങനെയാണ് ടൈം മാനേജ് ചെയ്യുന്നത്? വർക്ക് എനിക്ക് 8 hours ആണ്. ടൈം ഡെയിലി ഒരു 2 അല്ലെങ്കിൽ 3 hours പഠിക്കും. സൺഡേസ് മാത്രം കുറച്ച് കൂടുതൽ സമയം എടുക്കും. ഏതെങ്കിലും ഒരു പോയിന്റിൽ വർക്ക് ഒഴിവാക്കണം എന്നോ അല്ലെങ്കിൽ പഠനം നിർത്തണം എന്നോ ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ലില്ല, അങ്ങനെ സിറ്റുവേഷൻ ഇതുവരെ വന്നിട്ടില്ല. അതങ്ങനെ ഡെയിലി വർക്കിന് പോയിട്ടുണ്ട്, ഡെയിലി പഠിക്കുന്നുണ്ട്, അതങ്ങനെ ക്യാരി ഓഫ് ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ ഫാമിലി അതിനനുസരിച്ച് എനിക്കുള്ള ടൈം അവരും മാറ്റി വെച്ച് തരും. പിന്നെ ഈ വർക്ക് കഴിഞ്ഞ് വന്നിട്ട് ഈ പഠിക്കാൻ തുടങ്ങുമ്പോൾ ഒരു കോൺസെൻട്രേഷൻ ഒക്കെ കിട്ടാറുണ്ടോ? അതിന് കുഴപ്പമൊന്നും വരില്ല. കാരണം എനിക്ക് 5 അല്ലെങ്കിൽ 6 ഞാൻ വീടെത്തി കഴിഞ്ഞ് ഒന്ന് ഫ്രഷായിട്ട് 7 o'clock സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എനിക്ക് അത്ര വലിയൊരു ടെൻഷൻ അങ്ങനെയൊന്നുമില്ല. ഫ്രീ ആയിട്ട് ക്ലാസ്സിൽ പോയിരിക്കുക, പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ലൈവിൽ കയറാൻ പറ്റില്ലെങ്കിൽ നമുക്ക് റെക്കോർഡഡ് ഉണ്ട്, സോ അത് നോക്കാം. അല്ലെങ്കിൽ ലീവ് ടൈമിൽ നമുക്ക് മനസ്സിലായില്ലെങ്കിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ കോർഡിനേറ്റേഴ്സിനോട് ചോദിച്ചാൽ അവർ പറഞ്ഞുതരും. മെൻറ്റേഴ്സ് ഉണ്ട്, സോ അതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടായിട്ടില്ല. ഓവറോൾ ഈ ഒരു കോഴ്സിനെ പറ്റി അല്ലെങ്കിൽ ട്രിപ്പ് 9 പറ്റി എന്താണ് പറയാനുള്ളത്? ആക്ച്വലി കോഴ്സ് എടുത്തത് ഞാൻ
എൻ്റെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കൂടിയിട്ടാണ് ഞാൻ ഈ കോഴ്സ് എടുത്തത്. സോ അവരുടെ കാര്യം ഒന്ന് സെറ്റിൽ ചെയ്യണം പറഞ്ഞിട്ടാണ്. സോ അതോടെ തന്നെ എൻ്റെ ഒരു കരിയറും കൂടെ ഡെവലപ്പ് ചെയ്യണമെന്ന് കരുതിയിട്ടാണ് ഈ കോഴ്സ് എടുത്തത്. സോ അതിന് ബെസ്റ്റ് പ്ലാറ്റ്ഫോമാണെന്ന് വിശ്വസിക്കുന്നു.